അന്നാത്തി വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ശബരിമല യാത്രയുടെ ഒരു ഇൻട്രോ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്കറിയാം, ഞങ്ങളൊരു വീഡിയോ പ്രിപ്പറേഷനിലായിരുന്നു. ഒരു 2-3 ദിവസത്തെ യാത്ര ശബരിമലയ്ക്ക്, അതായത് എരുമേലി വഴി നടന്ന് കാളകെട്ടി, അഴുതാമല കയറി, കല്ലിടാംകുന്ന്, മുക്കുഴി, കരിമല, അങ്ങനെ കയറി ഇറങ്ങി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് പമ്പയിലെത്തി, അവിടുന്ന് സന്നിധാനത്തേക്ക്. അങ്ങനെ ഒരു യാത്രയുടെ വീഡിയോ പ്രിപ്പറേഷനിലായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വീഡിയോ കുറച്ച് ദൈർഘ്യമുള്ളത് കൊണ്ട് തന്നെ പല എപ്പിസോഡുകളായിട്ട് റിലീസ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം 2-3 ദിവസത്തെ കഷ്ടപ്പെട്ട വീഡിയോ ആണ്, കഷ്ടപ്പാട് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മുറിച്ച് കളയാനായിട്ട് മനസ്സ് വരാത്തത് കൊണ്ട് തന്നെ എപ്പിസോഡുകൾ ഇച്ചിരി ലെങ്തി ആയി പോകും. എങ്കിലും ഇതുവരെ കാനനപാതയും കാട്ടിലൂടെയുള്ള യാത്രയും കരിമലയും നീലിമലയും ഒന്നും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. കൂടാതെ ഈ ശബരിമലയ്ക്ക് പലരും വന്നു പോകുന്നുണ്ടാവും. നേരെ പമ്പ വന്ന് അവിടുന്ന് നേരെ സന്നിധാനത്തേക്ക് എത്തിയിട്ട് പോകുന്നവരുണ്ടാവും. പക്ഷേ പണ്ട് തൊട്ടുള്ള പരമ്പരാഗതമായ ആൾക്കാർ സഞ്ചരിച്ചിരുന്ന കാനനപാത എന്ന് കേട്ട് അറിവ് മാത്രമുള്ളവർക്ക് വേണ്ടിയിട്ട് ശരിക്കും കാനനപാതയുടെ കഷ്ടപ്പാടും യാത്രയുടെ ദുരിതങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ ഞങ്ങൾ റവ്വാട് ശ്രീദേവി ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ച് ഇന്ന് യാത്ര പുറപ്പെടുകയാണ്. പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനുള്ള യാത്രയാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ദേവീക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ചു, ബാക്കിയുള്ളവർ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെയാണ്. മൊത്തം 10 പേരടങ്ങുന്ന സംഘമാണ്. ഞങ്ങളിവിടെ നിന്ന് കാറിൽ പുറപ്പെട്ട് നേരെ എരുമേലി എത്തിച്ചേർന്നിട്ടുണ്ട്. എരുമേലിയിൽ ഇന്നത്തെ റെസ്റ്റ് എടുത്തതിന് ശേഷം നാളെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നേരെ പേട്ട ക്ഷേത്രത്തിലേക്കാണ്. പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ ഒന്ന് തൊഴുതു തലപ്പാറമലയും വണങ്ങി. തലപ്പാറമല സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. തലപ്പാറമല എന്ന് കേട്ടിട്ടുള്ളവർക്ക് ഇതൊരു പുതിയ അനുഭവമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെ നിന്നും പേട്ട തുള്ളൽ ആരംഭിച്ച് നേരെ എത്തുന്നത് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഒരുപാട് അയ്യപ്പന്മാർ പേട്ട തുള്ളാനുണ്ട്. നിങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കണക്ക് തന്നെ ഒരുപാട് അയ്യപ്പന്മാർ പേട്ട തുള്ളി അവിടേക്ക് വരും. കളറും മറ്റും ദേഹത്ത് തേച്ച് അവർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ക്ഷേത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊഴുത് വെളിയിലിറങ്ങിയ ഞങ്ങൾ 10 പേരടങ്ങുന്ന സംഘം അടുത്ത് പോകാൻ പോകുന്നത് നേരെ വാവൂര് പള്ളിയിലേക്കാണ്. വാവൂര് പള്ളിയിൽ ഒരു വലത്തൊക്കെ വെച്ച് ഒന്ന് വണങ്ങിയതിന് ശേഷം ആണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എരുമേലിയിൽ നിന്നുള്ള കാൽനട യാത്ര അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നേരെ വാവൂര് പള്ളിയിലേക്ക്. പള്ളിക്കുള്ളിൽ കൂടി തന്നെ കയറി നമുക്ക് ഒരു വലത്ത് വയ്ക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് കയറി ഒന്ന് വണങ്ങി വലത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങി നേരെ റോഡ് മാർഗ്ഗമാണ്. റോഡ് മാർഗ്ഗം സഞ്ചരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബോർഡ് കാണാൻ പറ്റും. കുമളി ശബരിമല വലത്തേക്കാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കുമളി റോഡാണ്. കാരണം നമ്മൾ പരമ്പരാഗത കാനനപാതയിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആ റൂട്ടിൽ കൂടെ പോയാലേ കാനനപാതയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പോകുന്ന വഴിക്കാണ് പേരൂർ തോട് ഉള്ളത്. പേരൂർ തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ നമ്മൾ മീനൂട്ടിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളം കുറവായത് കൊണ്ട് തന്നെ മീനുകളൊന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നിന്നും ഈ ബോർഡിൽ കാണിക്കുന്നതാണ് പമ്പ റൈറ്റിലേക്കാണ്, കുമളി സ്ട്രെയിറ്റ്. അപ്പോൾ പമ്പ റൈറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഇരുമ്പുന്നിക്കര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിക്കാതെ വരുന്ന അയ്യപ്പന്മാരാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇവിടെ അന്നദാനമുണ്ട്. അന്നദാന മണ്ഡപത്തിലെത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര നമുക്ക് തുടരാൻ സാധിക്കുന്നതാണ്.
രാവിലെ 7 മണി മുതൽ തന്നെ അവിടെ അന്നദാനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം രാവിലെ അവിടുന്ന് എരുമേലിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു വരുന്നവർ കഴിക്കാതെയൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കാവുന്നതാണ്. ഇതാണ് അന്നദാന മണ്ഡപം. അപ്പോൾ അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഇരുമ്പുന്നിക്കര ബാലഭദ്ര ക്ഷേത്രം എന്ന് പറയും. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ നേരെ പോകുന്നത് കോയിക്കാവിലേക്കാണ്. കോയിക്കാവ് ഫോറസ്റ്റ് ഗേറ്റ്, ഇതാണ് ഫസ്റ്റ് ഫോറസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത്. കോയിക്കാവ് ഫോറസ്റ്റ് ഗേറ്റ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പിന്നെ കാട്ടിലേക്കാണ്. ഇവിടെ നിന്നാണ് ശരിക്കും കാനനപാത സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് കാനനപാതയുടെ തുടക്കം. ആ കാനനപാതയിലൂടെ നടന്നു വരുമ്പോൾ ഒരുപാട് ചെറിയ അരുവികളും കയറ്റങ്ങളും ഇറക്കങ്ങളും സമതലങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് കോയിക്കാവ് ഫോറസ്റ്റ്. കോയിക്കാവ് ഫോറസ്റ്റിനുള്ളിൽ കട കെട്ടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ വനസംരക്ഷണ സമിതി, നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കണക്ക് വനസംരക്ഷണ സമിതിയുടെ ആൾക്കാരാണ് അവിടെ കട കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റുകാർ പോകുന്ന വഴികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ കല്ല് പാകിയ കയറ്റങ്ങളാണ്, കുറച്ച് കഠിനമാണ് കയറ്റം, എങ്കിലും കുഴപ്പമില്ലാണ്ട് കയറി ഞങ്ങൾ ഒരുവിധം കുറച്ച് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെയുള്ള അയ്യപ്പന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ ഈ കാണുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു സോഡ നാരങ്ങ സർബത്തല്ല, ഉപ്പിട്ട സോഡ, അത് വാങ്ങി കുടിച്ചു. അതിൻ്റെ വില കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കയറ്റം തുടങ്ങിയപ്പോൾ തന്നെ ഒരു സോഡ നാരങ്ങയ്ക്ക് 40 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. എങ്കിലും കുഴപ്പമില്ല, വെള്ളം കിട്ടിയല്ലോ. ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള മനോഹരമായ അരുവികളും മറ്റുമൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര തുടർന്ന് നമ്മൾ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ കൂടി കഴിഞ്ഞ് ഈ കോയിക്കാവ് ഫോറസ്റ്റിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോയിക്കാവ് ഫോറസ്റ്റിൽ കൂടെയുള്ള ഈ യാത്ര നമ്മൾ ചെന്ന് എത്തിച്ചേരുന്നത് ആദ്യത്തെ ഇടത്താവളമായ കാളകെട്ടിയിലാണ്. ഇതാണ് കാളകെട്ടി ക്ഷേത്രം, ശിവപാർവതി ക്ഷേത്രം. ഇതാണ് ആദ്യത്തെ ഇടത്താവളം എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ ആയത് കാരണം അവിടുന്ന് ഭക്ഷണം റെഡി ആയിട്ടില്ലായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ നടന്ന് റോഡിലൂടെ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ അഴുതയിലെത്തും. അഴുതയിൽ എത്തിക്കഴിഞ്ഞാൽ അഴുതയിലും വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. എങ്കിലും അഴുതയിൽ ഒന്ന് ഇറങ്ങി കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ അത്രയും നേരം നടന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ അഴുതയിൽ ഒന്ന് മുങ്ങി അവിടെ നിന്നൊരു കല്ലൊക്കെ എടുത്ത്, അഴുതയിൽ നിന്നൊരു കല്ലെടുത്ത് ഈ കാണുന്ന പാലത്തിൽ കൂടി നേരെ അക്കരെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുതമലയുടെ ആരംഭമായി. അപ്പോൾ അഴുതമലയുടെ ഏറ്റവും ടോപ്പിലാണ് കല്ലിടാംകുന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അഴുതയിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന കല്ല് നേരെ കല്ലിടാംകുന്നിൽ നിക്ഷേപിക്കണം. അതാണ് അതിൻ്റെ പരമ്പരാഗതമായ രീതി. അപ്പോൾ അഴുതമല കയറാൻ പോവുകയാണ്. അപ്പോൾ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ച്, കുറച്ച് കഠിനമായതുകൊണ്ട് തന്നെ നമ്മൾ സ്വാമിയെ വിളിച്ച് നേരെ മുകളിലേക്കുള്ള കയറ്റമാണ്. കയറ്റം കാണുമ്പോൾ നിങ്ങൾക്കറിയാം പാത വളരെ കഠിനമാണ്. കുറച്ച് കല്ലും മുള്ളും പിന്നെ കുറേ പാറകളും ഒക്കെ അടങ്ങിയ പാതയിൽ കൂടിയാണ് നമ്മളിന്ന് സഞ്ചരിച്ച് പോകുന്നത്. അപ്പോൾ ആ വഴി നമ്മളിങ്ങനെ സഞ്ചരിച്ച് എത്തിച്ചേരുന്നത് നേരെ കല്ലിടാംകുന്നിലാണ്. അഴുതമലയെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുതമല 2 മണി വരെ, ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ അഴുതമലയുടെ സ്റ്റാർട്ടിങ്ങിൽ കയറ്റി വിടുകയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 6 മണിക്ക് മുമ്പായിട്ട് അഴുതമല കയറി ഇറങ്ങണം. ഇല്ലെങ്കിൽ കാട്ടാനയും മറ്റു മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ 2 മണി വരെ മാത്രമേ അതുവഴി കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ കല്ലിടാംകുന്നിൽ എത്തിച്ചേർന്ന് നമ്മൾ അവിടുന്ന് അഴുതയിൽ നിന്ന് എടുത്ത കല്ല് അവിടെ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്ന് യാത്ര തുടരണം. കല്ലടാംകുന്നിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് അഴുതയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കല്ല് ഇട്ടിട്ട് അത് വലിയൊരു കുന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. കുറച്ച് കയറും തോറും കയറ്റം കുറച്ച് കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. പാറപ്പുറത്ത് കൂടിയൊക്കെയുള്ള കയറ്റമായിരുന്നു. കാലിനും കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ പലരും ചെരുപ്പ് ഉപയോഗിച്ച് തന്നെയാണ് യാത്ര നടത്തുന്നത്. ആർക്കും ചെരുപ്പില്ലാതെ നടന്ന് ശീലമില്ലാത്തത് കൊണ്ട് നടന്ന് നമ്മൾ തന്നെ ഇഞ്ചിപ്പാറ കോട്ട എന്ന് പറഞ്ഞ ആ അഴുതമലയുടെ ഏറ്റവും ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.